പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പ്രിപ്പോസിഷൻ എഴുതേണ്ട ഭാഗത്തിന് തൊട്ടു മുമ്പ് വരുന്ന വാക്കുകളെയും അതിനുശേഷം വരുന്ന വാക്കുകളെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അഥവാ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് നേരിടാൻ പറ്റും, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ ഉത്തരം എഴുതാൻ കഴിയും എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് വിത്ത് ടു ആണ്. വിത്തും ടു. അങ്ങനെ നമ്മൾ വിത്ത് അല്ലെങ്കിൽ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഏതിനോടൊപ്പം എഴുതാം? എഗ്രി എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് എഴുതാം. അങ്ങനെ എഗ്രി എന്ന് പറയുന്ന വാക്കിനോടൊപ്പം വിത്ത് അല്ലെങ്കിൽ ടു എഴുതുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? അതിനുശേഷം വരുന്ന വാക്കിനെ ആശ്രയിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എഗ്രിയുടെ കൂടെ നമുക്ക് വിത്തും ടൂവും എഴുതാം. പക്ഷെ അങ്ങനെ എഴുതുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? ഈ പ്രിപ്പോസിഷന് ശേഷം വരുന്ന വാക്കിനെ ആശ്രയിച്ചാണ്. ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദേ എഗ്രീഡ്. ഓക്കെ, എഗ്രീഡ് എന്ന് പറഞ്ഞല്ലോ, എഗ്രിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് എഗ്രീഡ്. അതിനുശേഷം നമ്മൾ വിത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം എന്താ? നോക്കുമ്പോൾ ഇവിടെ എന്ത് വന്നിരിക്കുന്നു? ഹിം എന്ന് പറയുന്ന സംഭവം വന്നിരിക്കുന്നു. ഹിം എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഒരു വ്യക്തിയാണല്ലോ, പേഴ്സൺ. ഓക്കെ, പേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എഗ്രിയുടെ കൂടെ നമ്മൾ വിത്ത് എഴുതുന്നത് എപ്പോഴായിരിക്കണം? ഈ പറയുന്ന പ്രിപ്പോസിന് ശേഷം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു എങ്കിൽ നമുക്കവിടെ വിത്ത് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ മേരി എഗ്രീസ് ടു. ഈ എഗ്രിക്ക് ശേഷം ടു നമ്മൾ ഉപയോഗിച്ചു. കാരണം എന്താ? അതിനുശേഷം വന്നിരിക്കുന്നത് ഹിസ് ആർഗ്യുമെന്റ്സ് എന്നാണ്. അതാണ് ഹിസ് ആർഗ്യുമെന്റ്സ്. ഹിസ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തിങ് ആണല്ലോ, ഒരു കാര്യമാണല്ലോ. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാം, എഗ്രിക്ക് ശേഷം നമ്മൾ ടു എഴുതുന്നത് എപ്പോഴായിരിക്കണം? ഈ പ്രിപ്പോസിഷൻ എഴുതേണ്ട ഭാഗത്തിന് ശേഷം ഒരു തിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഗ്രിയുടെ കൂടെ ടു എഴുതാം. ഒരു വ്യക്തി വരികയാണെങ്കിൽ എഗ്രിക്ക് ശേഷം നമുക്ക് വിത്ത് എഴുതാം. ഓക്കെ, അപ്പൊ അതായത് ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എന്ത്? എഗ്രി പ്ലസ് വിത്ത് പ്ലസ് എ പേഴ്സൺ. അതായത് എഗ്രിക്ക് ശേഷം നമ്മൾ വിത്ത് എഴുതണമെങ്കിൽ അതിനുശേഷം എന്ത് വന്നിരിക്കണം? ഒരു വ്യക്തി വന്നിരിക്കണം, എ പേഴ്സൺ. അതേപോലെ എഗ്രിക്ക് ശേഷം നമ്മൾ ടു എഴുതണമെങ്കിൽ ആ പ്രിപ്പോസിഷൻ എഴുതിയതിനു ശേഷം ഏതെങ്കിലും ഒരു തിങ്ങോ അല്ലെങ്കിൽ പ്രൊപ്പോസലോ വരണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എഗ്രിയുടെ കൂടെ ടു ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം, ആംഗ്രി. ആംഗ്രിയുടെ കൂടെ നമുക്ക് വിത്തും അറ്റും ഉപയോഗിക്കാം. അതെന്തിനെ ആശ്രയിച്ചാണ്? ഈ പ്രിപ്പോസിഷൻ എഴുതുന്നതിന് ശേഷം വരുന്ന വാക്കിനെ ആശ്രയിച്ചായിരിക്കും. എക്സാമ്പിൾ, ദ മാനേജർ വാസ് നോട്ട് ആൾവേസ് ആംഗ്രി വിത്ത് ഹിസ് സ്റ്റാഫ്. നോക്കുമ്പോൾ ഇവിടെ ആംഗ്രിക്ക് ശേഷം നമ്മൾ വിത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ? ആ പ്രിപ്പോസിഷൻ എഴുതിയതിനു ശേഷം എന്താ വന്നിരിക്കുന്നത്? ഹിസ് സ്റ്റാഫ് എന്നാണ്. ഹിസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അത് പേഴ്സൺസ് ആണല്ലോ, വ്യക്തികളാണല്ലോ. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാം, ആംഗ്രിക്ക് ശേഷം നമ്മൾ വിത്ത് എഴുതുന്നത് എപ്പോഴായിരിക്കും? അതിനുശേഷം വ്യക്തികൾ വരികയാണെങ്കിൽ. ഇനി അടുത്ത് നോക്കുക, എനിവൺ വുഡ് ബി ആംഗ്രി അറ്റ്. ഇവിടെ ആംഗ്രിക്ക് ശേഷം നമ്മൾ അറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. കാരണം എന്താ? അതിനുശേഷം ഹിസ് ഇറസ്പോൺസിബിലിറ്റി എന്നാണ് വന്നിരിക്കുന്നത്. അതെന്താണ്? ഒരു പ്രവൃത്തിയാണ് അവന്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആംഗ്രിക്ക് ശേഷം നമ്മൾ അറ്റ് എഴുതുന്നത് എപ്പോഴായിരിക്കും? ആ പ്രിപ്പോസിഷൻ എഴുതിയതിനു ശേഷം ഒരു ആക്ഷനോ അല്ലെങ്കിൽ തിങ്ങോ വരികയാണെങ്കിൽ നമുക്ക് അറ്റ് എഴുതാം, ആംഗ്രി അറ്റ്. ആണ്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആംഗ്രിക്ക് ശേഷം നമ്മൾ വിത്ത് എഴുതും എപ്പോൾ? ആ പ്രിപ്പോസിഷൻ എഴുതിയതിനു ശേഷം ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആംഗ്രിക്ക് ശേഷം വിത്ത് ഉപയോഗിക്കാം. ഈ ആംഗ്രി അറ്റ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഈ പ്രിപ്പോസിഷൻ എഴുതിയതിനു ശേഷം
ഒരു തിങ്ങോ അല്ലെങ്കിൽ ആക്ഷനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആംഗ്രിക്ക് ശേഷം അറ്റ് ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഡൈ. ഡൈ എന്ന് പറയുന്ന വാക്ക്, അതിന്റെ കൂടെ നമുക്ക് ഓഫും എഴുതാം, ഫോറും എഴുതാം, ഇന്നും എഴുതാം. നമ്മൾ ഡൈ ഓഫ് എപ്പോൾ എഴുതും, ഡൈ ഫോർ എപ്പോൾ എഴുതും, ഡൈ ഇൻ എപ്പോൾ എഴുതും. ഇതെല്ലാം എന്തിനു ശേഷം വരുന്ന വാക്കിനെ ആശ്രയിച്ചായിരിക്കണം, ഈ പ്രിപ്പോസിഷൻ എഴുതിന് ശേഷം വരുന്ന വാക്കിനെ ആശ്രയിച്ചായിരിക്കണം. ഇവിടെ നമുക്ക് നോക്കാം. ഇഫ് വി വിയർ മാസ്ക് ആൻഡ് സാനിറ്റൈസ് അവർ ഹാൻഡ്സ് പ്രോപ്പർലി വി വിൽ നോട്ട് ഡൈ. കണ്ടോ, ഡൈ വന്നു, അതിനുശേഷം നമ്മൾ ഓഫ് എഴുതി, ഡൈ ഓഫ്. കാരണം എന്താ, ഈ പറയുന്ന പ്രിപ്പോസിഷൻ ശേഷം വന്നിരിക്കുന്നത് കൊറോണ എന്നാണ്. കൊറോണ എന്ന് പറയുന്നതാണ് ഒരു ഡിസീസ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡൈക്ക് ശേഷം നമ്മൾ ഓഫ് എഴുതുന്നത് എപ്പോഴായിരിക്കും, ആ പ്രിപ്പോസിഷൻ എഴുതുന്നതിന് ശേഷം ഡിസീസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈക്ക് ശേഷം ഓഫ് എഴുതാം. അതായത് ഡിസീസിന്റെ പേര് ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗമാണെങ്കിൽ നമുക്ക് അവിടെ ഓഫ് എഴുതാം. ഇനി അടുത്ത് നോക്കാം. മെനി ഡൈഡ് ഫോർ ഇന്ത്യസ് ഫ്രീഡം. ഇവിടെ ഡൈഡ് വന്നിട്ട് അതിനുശേഷം ഫോർ ഉപയോഗിച്ചിരിക്കുന്നു. എന്തായിരിക്കാം കാര്യം, ഇവിടെ പ്രിപ്പോസിഷൻ എഴുതേണ്ട ഭാഗത്തിന് ശേഷം എന്താ വന്നിരിക്കുന്നത്, ഇന്ത്യാസ് ഫ്രീഡം എന്നാണ്. ആ ഇന്ത്യാസ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു കോസ് ആണ്, ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു കാരണമാണ്. അങ്ങനെ ഡൈക്ക് ശേഷം നമ്മൾ ഫോർ എഴുതുന്ന എപ്പോഴായിരിക്കണം, ഇത്തരത്തിൽ പ്രിപ്പോസിഷൻ എഴുതിന് ശേഷം ഒരു കാരണമോ അല്ലെങ്കിൽ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പർപ്പസോ അല്ലെ, അതായത് ഒരു ഉദ്ദേശമോ ഒക്കെ ഉണ്ടെങ്കിൽ ഡൈക്ക് ശേഷം നമുക്ക് ഫോർ ഉപയോഗിക്കാം. ഇനി അടുത്ത് നോക്കാം. അറൌണ്ട് 100 passengers died. ഡൈഡ് എന്ന് പറയുന്ന വാക്ക് വന്നു, അതിനുശേഷം നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, ഇന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം എന്തായിരിക്കാം, അതിനുശേഷം വന്നിരിക്കുന്നതാണ് ദ ആക്സിഡന്റ് എന്നാണ്. അപ്പം ഡൈക്ക് ശേഷം നമ്മൾ ഇന്നിടുന്നത് എപ്പോഴായിരിക്കാം, ആ പ്രിപ്പോസിഷൻ എഴുതിന് ശേഷം ഏതെങ്കിലും ഒരു അപകടത്തെ കുറിച്ച് പറയുന്നുവെങ്കിൽ നമുക്ക് ഡൈ ഇൻ എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഡൈ ഓഫ് എ ഡിസീസ്, ഡൈ ഫോർ എ കോസ്, ഡൈ ഇൻ ആൻ ആക്സിഡന്റ് എന്നൊക്കെ രീതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിൽ എഴുതാം. ഡിസീസ് ആണെങ്കിൽ ഡൈക്ക് ശേഷം ഓഫ് എഴുതാം, ഒരു കോസ് ആണെങ്കിൽ നമുക്ക് ഡൈക്ക് ശേഷം ഫോർ എഴുതാം, ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ഡൈക്ക് ശേഷം നമുക്ക് ഇൻ എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം അപ്പോളജൈസ്. അപ്പോളജൈസ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് ഫോറും ഉപയോഗിക്കാം, ടൂവും ഉപയോഗിക്കാം. എപ്പോൾ നമ്മൾ ഫോർ ഉപയോഗിക്കും, എപ്പോൾ നമ്മൾ ടു ഉപയോഗിക്കും, അത് നമുക്ക് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നോക്കുക. ഷി ഡീപ്ലി അപ്പോളജൈസ്ഡ് ഫോർ. ഇവിടെ അപ്പോളജൈസിന് ശേഷം ഫോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്, അതിനുശേഷം വന്നിരിക്കുന്ന ഹർ മിസ്ബിഹേവിയർ എന്നുള്ളതാണ്. ഹർ മിസ്ബിഹേവിയർ എന്ന് പറയുന്നതാണ് ഒരു തിങ് ആണ്, ഒരു കാര്യമാണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. വെൻ ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്സ് ഹി അപ്പോളജൈസ്ഡ് ടു എവരി വൺ. അപ്പൊ ഇവിടെ അപ്പോളജൈസേഷൻ ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ, ഈ പ്രിപ്പോസിഷൻ എഴുതിന് ശേഷം എവരി വൺ എന്നാണ് വന്നിരിക്കുന്നത്. എവരി വൺ എന്ന് പറയുന്നതാണ് പേഴ്സൺ ആണ്. ഓക്കെ. അപ്പൊ അപ്പോളജൈസ് ഫോർ സംതിങ്, അതുപോലെ തന്നെ അപ്പോളജൈസ് ടു സംവൺ. അതായത് ഈ പ്രിപ്പോസിഷൻ എഴുതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അപ്പോളജൈസിന് ശേഷം ഫോർ ഉപയോഗിക്കാം. എന്നാൽ ഈ പറഞ്ഞ പ്രിപ്പോസിഷൻ എഴുതിന് ശേഷം സംവൺ വരികയാണെങ്കിൽ, അതായത് വ്യക്തികൾ വരികയാണെങ്കിൽ അപ്പോളജൈസിന് ശേഷം നമുക്ക് ടു ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലോ? നേരത്തെ നമുക്ക് നോക്കാം ക്വാറൽ. ക്വാറൽ എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് വിത്ത് ഉപയോഗിക്കാം, ഓവർ ഉപയോഗിക്കാം, എബൌട്ട് ഉപയോഗിക്കാം. നമുക്ക് വിത്ത് എപ്പോൾ ഉപയോഗിക്കാം, ഓവർ എബൌട്ട് ഒക്കെ നമുക്ക് എപ്പോൾ ഉപയോഗിക്കാം. നോക്കുക. ഹി ഓൾവേസ് ക്വാറൽസ് വിത്ത് ഹിസ് വൈഫ്. ഇവിടെ ക്വാറലിന് ശേഷം വിത്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ, അതിനുശേഷം ഹിസ് വൈഫ് എന്നാണ് വന്നിരിക്കുന്നത്. ഹിസ് വൈഫ് എന്ന് പറയുന്നത് പേഴ്സൺ ആണല്ലോ. അതായത് ഈ പ്രിപ്പോസിഷൻ എഴുതിന് ശേഷം ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്വാറലിന് ശേഷം എന്തെഴുതാം, വിത്ത് ഉപയോഗിക്കാം. എടുത്തു നോക്കുക. ദ ടീം മെമ്പേഴ്സ് ക്വാറൽഡ് ഓവർ ഓർ അബൌട്ട് their failure in the match. അപ്പൊ ഈ ക്വാറലിന് ശേഷം നമ്മൾ ഓവറോ എബൌട്ടോ എഴുതാം. എങ്ങനെയാണെങ്കിലാ, ഈ എഴുതേണ്ട ഭാഗത്തിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ ഇവിടെ their failure എന്ന് പറയുന്നത് കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, ഒരു തിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവറോ എബൌട്ടോ എഴുതാം. എന്നാൽ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വിത്ത് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ക്വാറൽ വിത്ത് എ പേഴ്സൺ,
quarrel over or about a thing. നേരത്തെ നോക്കാം abide. അബൈഡിന്റെ കൂടെ നമുക്ക് ബൈയോ അറ്റോ ഇന്നോ നമുക്ക് ഉപയോഗിക്കാം. നോക്കാം, we should always abide by the traffic rules. ഇവിടെ അബൈഡിന് ശേഷം ബൈ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം എന്താ? ഈ പ്രിപ്പോസിഷൻ എഴുതേണ്ട ഭാഗത്തിന് ശേഷം വന്നിരിക്കുന്നത് ദ ട്രാഫിക് റൂൾസ് എന്നാണ്. അപ്പൊ അത് റൂളാണ്. അപ്പൊ റൂള് വരികയാണെങ്കിൽ, റൂൾസ് വരികയാണെങ്കിൽ അബൈഡിന് ശേഷം നമുക്ക് ബൈ ഉപയോഗിക്കാം. ഇനി അടുത്ത് നോക്കാം, ദേ അബൈഡ് അറ്റ് ഓർ ഇൻ. അപ്പൊ അബൈഡിന് ശേഷം നമ്മൾ അറ്റ് അല്ലെങ്കിൽ ഇന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ? അതിനുശേഷം വന്നിരിക്കുന്നത് ദ ഹോട്ടൽ എന്നാണ്. ദ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അബൈഡിനോടൊപ്പം നമുക്ക് ബൈ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? അതിനുശേഷം റൂളോ അല്ലെങ്കിൽ പ്രോമിസോ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഉപയോഗിക്കാം. ഇനി അബൈഡിന്റെ കൂടൊപ്പം നമ്മൾ അറ്റ് അല്ലെങ്കിൽ ഇൻ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? അതിനുശേഷം ഒരു പ്ലേസിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് അബൈഡ് അറ്റ് ഓർ ഇൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കാം? അബൈഡ് ബൈ റൂൾ ഓർ പ്രൊമീസ് അല്ലെങ്കിൽ അബൈഡ് അറ്റ് ഓർ ഇൻ എ പ്ലേസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് ഫൈറ്റ്. ഫൈറ്റിനോടൊപ്പം നമുക്ക് ഫോർ, എഗൻസ്റ്റ്, വിത്ത് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. മഹാത്മാഗാന്ധി ഫോർട്ട് ഫോർ ഇന്ത്യസ് ഫ്രീഡം. നമുക്ക് ഫോർട്ട് എന്ന് പറയുന്ന ഫൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതിനോടൊപ്പം നമ്മൾ ഫോർ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം എന്താ? അതിനുശേഷം വന്നിരിക്കുന്നത് എന്താണ്? ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ ഒരു കോസ് ആണ്. ഓക്കെ, ഒരു പർപ്പസോ കോസോ വരികയാണെങ്കിൽ നമുക്ക് ഫൈറ്റിനോടൊപ്പം ഫോർ ഉപയോഗിക്കാം. വി ഹാവ് ബീൻ ഫൈറ്റിംഗ് അഗൻസ്റ്റ് കോവിഡ് ഫോർ എ ഇയർ. ഇവിടെ നമുക്ക് ഫൈറ്റിംഗ്, ഫൈറ്റിന്റെ കണ്ടിന്യൂസ് ഫോം വന്നിരിക്കുന്നു. അതിനുശേഷം അഗൻസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ? അതിനുശേഷം വന്നിരിക്കുന്നത് കോവിഡ് ആണ്. കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് ആണ്. അപ്പൊ ഒരു ഡിസീസ് വരികയാണെങ്കിൽ പ്രിപ്പോസിഷൻ എഴുതേണ്ട ഭാഗത്തിന് ശേഷം ഒരു ഡിസീസിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഫൈറ്റിനോടൊപ്പം നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം? എഗൻസ്റ്റ് ഉപയോഗിക്കണം. നേരത്തെ നോക്കുക, ഷീ സീംസ് ടു ഹാവ് എ റീസൺ ഫോർ ഫൈറ്റിംഗ് വിത്ത്. ഫൈറ്റിംഗ് വന്നു, അതിനുശേഷം വിത്ത് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താ? പ്രിപ്പോസിഷൻ എഴുതേണ്ട ഭാഗത്തിന് ശേഷം വന്നിരിക്കുന്നത് ഹിം ആണ്. ഹിം എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു വ്യക്തി വരികയാണെങ്കിൽ നമുക്ക് ഫൈറ്റിന് ശേഷം വിത്ത് നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ നോക്കുക, ദേ ഫോർട്ട് വിത്ത് അയൺ റോഡ്സ്. ഇവിടെ ഫോർട്ട്, ഫോർട്ട് എന്ന് പറയുന്നത് എന്തിന്റെ പാസ്റ്റ് ടെൻസ് ആണ്? ഫൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതിനുശേഷം നമ്മൾ വിത്ത് ഉപയോഗിച്ചിരിക്കുന്നു. കാരണം എന്താ? ആ പ്രിപ്പോസിഷൻ എഴുതേണ്ടതിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? അയൺ റോഡ്സ് എന്ന് വന്നിരിക്കുന്നു. അയൺ റോഡ്സ് എന്ന് പറയുന്നത് ഇവിടെ അവരുടെ എന്താണ്? ഒരു വെപ്പണാണ്, ആയുധമാണ്. ഇവിടെ അയൺ റോഡ്സ് എന്ന് പറയുന്നത് വെപ്പണാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫൈറ്റ് അല്ലെങ്കിൽ ഫോർട്ടിന് ശേഷം വിത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫൈറ്റ് പ്ലസ് ഫോർ എ കോസ് എന്ന് വെച്ചാൽ ഒരു കോസ് വരികയാണെങ്കിൽ ഫൈറ്റിനോടൊപ്പം നമ്മൾ ഫോർ ഉപയോഗിക്കും. ഒരു ഡിസീസ് ആണ് വരുന്നതെങ്കിൽ ഫൈറ്റിന് ശേഷം നമ്മൾ എഗൻസ്റ്റ് ഉപയോഗിക്കും. ഒരു വ്യക്തിയോ വെപ്പണോ ആയുധമോ വരുവാണെങ്കിൽ ഫൈറ്റിനോടൊപ്പം നമ്മൾ വിത്ത് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളും അതിനുശേഷം വരുന്ന പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. പലപ്പോഴും ഇതൊക്കെ തന്നെ ആവർത്തിച്ച് വരുന്നതും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന വാക്കുകളും അതിനോടൊപ്പം ചേരുന്ന പ്രപ്പോസിഷനും അതുമായി ബന്ധപ്പെട്ട ഷോർട്ട് ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.